എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മുംബൈ ചാട്സും അതുപോലത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ. അപ്പോൾ അതിൽ എനിക്കിഷ്ടമുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പാവ് ഭാജിയാണ്. അങ്ങനെ അതിന് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സവോളയൊക്കെ അരിഞ്ഞു വെച്ചു. പിന്നെ ഇപ്പം ഞാൻ ഒരു കുക്കർ വെച്ചു. അതിലേക്ക് കുറച്ച് ബട്ടറും സൺഫ്ലവർ ഓയിലും ഇട്ടു. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതിട്ടു. അത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള, അത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചു. ഞാനിപ്പോൾ ഇതിൽ ക്യാപ്സിക്കവും ക്യാരറ്റും കിഴങ്ങുമാണ് എടുത്തേക്കുന്നത്. നമുക്കിത് കോളിഫ്ലവർ ഒക്കെ ഇട്ടിട്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ് ഏതൊക്കെ വെജിറ്റബിൾസ് ചേർക്കണമെന്ന്. ഇപ്പോൾ സവോള വഴന്നപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ ഹോം മെയ്ഡായിട്ട് പൊടിച്ചതാണ് പാവ് ഭാജി മസാല, ആ പൗഡർ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തു. അതാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. ഇവിടെ പാവ് ഭാജി മസാല തപ്പിയിട്ടൊന്നും കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഹോം മെയ്ഡായിട്ട് അങ്ങ് പൊടിച്ചു. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു, നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ കുറച്ച് മല്ലിയിലേക്ക് അരിഞ്ഞു. പിന്നെ അതിലേക്ക് ഞാൻ സവോള, ക്യാരറ്റ്, ആ വെജിറ്റബിൾസൊക്കെ ഇട്ടു. കുറച്ച് ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് 6 വിസിലിന് വേവിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ ഉടച്ചെടുക്കണമല്ലോ. കുറച്ച് അത്യാവശ്യം വെള്ളം ആ ഒരു വെജിറ്റബിൾസിൻ്റെ അത്രയും നിൽക്കുന്ന അത്രയും വെള്ളം ഒഴിക്കണം. അത് ഞാൻ നന്നായിട്ട് ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടർ ചേർക്കുക. ബട്ടർ ഈ ഒരു പാവ് ഭാജി മസാലയിൽ മെയിനാണ്. പിന്നെ അതിലേക്ക് കുറച്ച് കസൂരി മേത്തി അത് ഇട്ടു. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് വേണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പാവ് ഭാജിൻ്റെ മസാല റെഡിയായി. ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ മസാലയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ, ഒരു പാനിൽ ബട്ടർ ഇട്ടു. അതിലേക്ക് കുറച്ച് പാവ് ഭാജിയുടെ ആ ഗ്രേവി ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പാവ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടൊന്ന് ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് കുറച്ച് സവോളയൊക്കെ അരിഞ്ഞ് നാരങ്ങയും മസാലയും പാവൊക്കെ ആയിട്ട് കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇതിങ്ങനെ സക്സസ് ആവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.